ചെയ്ത കോമഡി, റൊമാൻസ്, ഫാമിലി എല്ലാം വീരാശ്വിന് ശക്തമായ തിരിച്ചറിവാണ്. വീരാശ്വിന് ലേഡി സൂപ്പർ സ്റ്റാറാണ്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടം യൂത്തിനും ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെടും. എല്ലാം കൊണ്ട് ഭയങ്കര ഹിറ്റായിരിക്കും. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു പടമാണ്. യാതൊരു ലാഗും ഇല്ല, ഒന്നുമില്ല. നല്ലൊരു എല്ലാം കൊണ്ട് നല്ല പടം. എനിക്ക് ഇഷ്ടപ്പെടും. വി കെ പ്രകാശ് തിരിച്ചു വരിക, മീനാക്ഷി തിരിച്ചു വരിക, എല്ലാവരും അശോകൻ എല്ലാവരും തന്നെ അഭിനയിച്ചത്. എല്ലാം കൊണ്ട് മെസ്സേജ് പറഞ്ഞാൽ പ്രണയത്തിന് പ്രായ പ്രശ്നമല്ല എന്ന ടോപ്പിക്കാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. എത്ര നന്നാണ് വിചാരിച്ചു. ഫാമിലി സബ്ജക്റ്റാണ്. നല്ല എൻജോയ്. വിലാസിന് നല്ല തിരിച്ചുവരവ്. നല്ല പടമായിരുന്നു. പടം ഒരു ഫാമിലി കോമഡി സബ്ജക്റ്റാണ്. റൊമാൻസ് ഉണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. വിലാസിന് നല്ല തിരിച്ചുവരവ്. ഓ യാ, വി കെ പിയുടെ നല്ല തിരിച്ചുവരാന്ന് തോന്നുന്നു. നല്ല പടം. പടം കൊള്ളായിരുന്നു. അശ്വിൻ ചേട്ടൻ്റെയും മീര ചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. ഇത് കോമഡി പടമാണ്. എന്റർടൈനറാണ്. അതായത് ത്രൂ ഔട്ട് നമുക്ക് കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വിനൊക്കെ നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ മീര ജാസ്മിൻ്റെ തിരിച്ചു വരിക, അതാണ് മെയിൻ കാര്യം അതിൽ പറയേണ്ടത്. മീര ജാസ്മിൻ പഴയ പോലെ തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ പടം വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് ദിലീപിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മീനത്തി തലയിട്ട്. ആ ഒരു ലെവല് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിനേക്കാളും കോമഡി നല്ല രീതിയിൽ വന്നു. എന്തായാലും കൊള്ളാം. തിരിച്ചു വരുമെന്ന് പറയാം. കാരണം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയാ, ഇപ്പൊ ആ ക്യാരക്ടർ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാനുള്ള അറിയാത്ത കാര്യം പറയാനുള്ള. അല്ലല്ല, ചേച്ചി എടുക്കാത്തവരുണ്ട്. ഇത്രയും ചിരി പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും ഒരു ചിരി പ്രതീക്ഷിച്ചിരുന്നോ? കോമഡിക്ക് വേണ്ടി കഥകൾ